ഹായ് നമസ്കാരം. നമ്മുടെ മമ്മൂക്കയ്ക്ക് പുതിയൊരു ഡോക്ടറേറ്റും കൂടി കിട്ടിക്കഴിഞ്ഞു കേട്ടോ. MG യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റാണ് അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നത്. മാത്രമല്ല നമ്മുടെ മമ്മൂക്ക ഇതിനു മുന്നേ തന്നെ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവയുടെ പ്രത്യേക ഡോക്ടറേറ്റ് ഡേവിഡ് ബിരുദം അവർക്ക് കൊടുത്തതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും അദ്ദേഹത്തിന്. വർഷങ്ങൾക്ക് മുമ്പാണ് അതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകമായിട്ട് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ അദ്ദേഹത്തിൻ്റെ മഹനീയമായിട്ടുള്ള സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ അദ്ദേഹത്തിന് വലിയ ആദരവ് അർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോക്ടറേറ്റ് ബിരുദം കിട്ടുന്ന ഈ ഒരു രീതിയിൽ കിട്ടുന്ന ഒരു 3 ഡോക്ടറേറ്റ് ബിരുദം കിട്ടുന്ന മലയാള നടന്മാരിൽ ആദ്യത്തെ ഒരാളാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലാലേട്ടന് 2 ഡോക്ടറേറ്റ് ഇതുപോലെ 2 യൂണിവേഴ്സിറ്റികളിൽ കിട്ടിയിട്ടുണ്ട്. MG യുടെയും കേരളയുടെയാണ് എൻ്റെ അറിവ്. അപ്പോൾ ഏതായാലും ഈ ഒരു രീതിയിൽ അദ്ദേഹം നേടിയെടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ ആ ഒരു നേട്ടത്തെ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല. കാരണം 75 വയസ്സോട് അടുത്ത് നിൽക്കുന്ന ആ ഒരു മനുഷ്യൻ, അദ്ദേഹം നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ഒരു നടൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹം മലയാളത്തിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു പേരും പ്രശസ്തിയും അത്ര ചെറുതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വലിയ അവാർഡുകളും പുരസ്കാരങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ രോഗസൗഖ്യം വരെ ഉണ്ടായതെന്ന് മലയാളികൾ അടക്കം പറയുന്ന കാര്യമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു അഭിമാനമാണ് അവരുടെ സ്വന്തം മമ്മൂക്ക. ലാലേട്ടനെ അതുപോലെ തന്നെ അവർ സ്നേഹിക്കുന്നുണ്ട്. മമ്മൂക്കയെയും ഒരേപോലെ തന്നെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത് മലയാളികളുടെ വലിയൊരു ഭാഗ്യമാണ്, അവരുടെ ഒരു നല്ല മനസ്സാണ്. അങ്ങനെ നമ്മുടെ മമ്മൂക്ക പുതിയ ഡോക്ടറേറ്റ് ബിരുദവും നേടി വലിയ സന്തോഷത്തിൽ അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഒട്ടനവധി സിനിമകൾ അദ്ദേഹത്തിൻ്റെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബിലാൽ വരുന്നൊക്കെ പറയുന്നുണ്ട്. എന്താകുമെന്നൊക്കെ കാത്തിരിക്കണം. ഏതായാലും നിതീഷ് സഹദേവൻ്റെ സിനിമയാണ് എല്ലാവരും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അതൊരു മാസ് ഓറയുള്ളൊരു കഥാപാത്രമായിട്ട് ഔട്ട് ആൻഡ് ഔട്ട് മാസ് മെഗാ എൻ്റർടൈനർ എന്ന് തന്നെയാണ് ആ സിനിമയെക്കുറിച്ച് അതിൻ്റെ അണിയറ പ്രവർത്തകരെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞ റിപ്പോർട്ടുകൾ. അത് കൃത്യമായിട്ട് തന്നെ അത് നടക്കുകയാണെങ്കിൽ മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള 100 കോടി ക്ലബിൽ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പേര് ദുഷ്പേര് മാറ്റാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും അത്. 100 കോടി ക്ലബിലൊന്നും വലിയ കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു പക്ഷം കേട്ടോ. പക്ഷേ ഒരു ബിസിനസ് ലെവൽ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എന്ന ലെവലിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വിജയങ്ങൾ കിട്ടുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ നോക്കുമ്പോൾ അദ്ദേഹം 100 കോടി നേടുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ഭ്രമയുഗം പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് വന്ന കളങ്കാവലി പോലെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളുണ്ട് കാതൽ പോലുള്ള സിനിമകളിലൂടെ. അതുപോലെ തന്നെ നമുക്കറിയാം ജോസ് പെല്ലിശ്ശേരിയുടെ സിനിമ നൻപൻ നേരത്ത് മയക്കം എന്ന സിനിമയിലൂടെ, അതുപോലെ റൊഷാക്ക് എന്ന സിനിമയിലൂടെയൊക്കെ അദ്ദേഹം നമ്മളെ ഞെട്ടിച്ചതുപോലെ ഇനിയും അദ്ദേഹത്തിന് ഞെട്ടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്തരം കഥാപാത്രം കൂടി അദ്ദേഹത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. എന്തായാലും നിതീഷ് സഹദേവൻ്റെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്നത്.